നമ്മുടെ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണെന്നും അമ്മ അവിടെ വന്ന് താമസിക്കണമെന്നും ഭദ്രയോട് ഗീതിക. ഭദ്ര വീട്ടിൽ തിരിച്ചു വരുന്നു. മഹേന്ദ്രനും ശ്രീദേവിയും വഴിവിട്ട ബന്ധമാണെന്നും അവരെ സൂക്ഷിക്കണമെന്നും ഭദ്രയോട് അപർണ. ശ്രീദേവി വീട്ടിൽ നിൽക്കുന്നതിനെപ്പറ്റി മഹേന്ദ്രനോട് ചോദിക്കുന്ന ഭദ്ര. അപർണ ഭദ്രയോട് വളരെ നിന്ദ്യമായ രീതിയിൽ പെരുമാറുന്നു. ഇതിനെ ചോദ്യം ചെയ്യുന്ന ശ്രീദേവി. കോടതിയിൽ ജൂഡിന്റെ കൊലപാതകത്തെപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഒടുവിൽ ജൂഡിന്റെ കേസിൽ ഒരു പുനരന്വേഷണത്തിന് കോടതി ഉത്തരവാകുന്നു. അതിന്റെ ഉത്തരവാദിത്വം ശ്രീറാം ചന്ദ്രശേഖരനെ ഏൽപ്പിക്കുന്നു. കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ പ്രതികരിക്കുന്ന ട്രേസിയും സേവ്യറും അപർണയും. തുടർന്ന് കാണുക. തനിക്കിത് എന്തിന്റെ കേടാടോ? ബാക്കിയുള്ളവനൂടെ എന്തേലും ഒപ്പിച്ച് തട്ടിയും മുട്ടിയും സമാധാനമായിട്ടിരിക്കാൻ നോക്കുമ്പോൾ താൻ സമാധാനക്കേട് എരന്നു വാങ്ങിക്കുക. ഈ സമാധാനക്കേട് ഇപ്പോഴത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ഞാനിതെങ്ങനെ എരന്ന് വാങ്ങിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് സമാധാനം കിട്ടിയെന്ന് വരില്ല. തന്റെ ജാതകം ഒരു ജാതകമാ. ഉള്ളി ചീത്ത വിളിച്ചിട്ടാണെങ്കിലും എത്ര പേരെ തട്ടിയും തഴിയാ ഞാൻ ഈ കസേരയെ അള്ളിപ്പിടിച്ചിരിക്കുന്നെന്നറിയോ? തനിക്കാണെ ആരെയും വണങ്ങണ്ട, കാലേ പിടിക്കണ്ട, നേരെ വാ നേരെ പോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തന്നെ അവർക്ക് വേണം. തന്റെ ബെസ്റ്റ് ടൈമാ. ഓ, താനങ്ങനെ പുച്ഛിക്കണ്ട. ഒരു സല്യൂട്ട് ചവിട്ടിയത് മന്ത്രിക്ക് പിടിച്ചില്ലേ? തൊപ്പി തട്ടിൻ പുറത്താ. അതാണല്ലോ നാട്ടു നടപ്പ്. അതൊന്നും ഓർത്ത് എന്റെ മുട്ട് പറിക്കാനൊന്നും പോകുന്നില്ല സാർ. പറ്റിപ്പോയൊരു തെറ്റ് തിരുത്താൻ ദൈവമായിട്ടൊരു അവസരം ഒരുക്കുമ്പോൾ 100% ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഞാനതേ ആഗ്രഹിക്കുന്നുള്ളൂ. കോടതിയിൽ ചാർജ് ഷീറ്റിനെതിരെ വന്ന അലിഗേഷൻസ് താൻ എതിർക്കാഞ്ഞത് മനഃപൂർവ്വമാണല്ലേ? അതെ സാർ, ആ ചാർജ് ഷീറ്റ് തെറ്റായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ആ ചാർജ് ഷീറ്റിലുള്ളത് പകുതി സത്യങ്ങൾ മാത്രമായിരുന്നു. ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പുതിയ തെളിവുകൾ, പുതിയ സാക്ഷികൾ, പുതിയ പ്രതിയെ തന്നെ. തന്റെ മനസ്സിലാരാണെന്ന് എനിക്കറിയാം. താനൊരു കുരുക്കുണ്ടാക്കി നടക്കുകയാണല്ലോ ഒരാളെ പൂട്ടാൻ. ട്രീസയല്ലേ സാർ ഉദ്ദേശിച്ചത്? ചിലരുടെ തലയിൽ ചില കയറ് മുറുകാനാണ് വിധിയെങ്കിൽ അതിനെ തടുക്കാൻ പറ്റില്ലല്ലോ സാർ. ശരി സാർ. നിഖിലിനൊരു ഐഡിയ ഇല്ലാഞ്ഞിട്ടാ. കുറച്ചുകൂടി ഈ ഇന്റീരിയർ ഒന്ന് മാറ്റി ഡിസൈൻ ചെയ്താൽ നിങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റിന്റെ മൊത്തം ആംബിയൻസും വേറെയാവും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ആർസുവിൻ്റെ ബ്രദർ അർജുൻ, പുള്ളി ഇന്റീരിയർ ഡിസൈനറാ. ബാംഗ്ലൂർ വലിയ ബിസിയാ ആള്. ഒന്ന് വിളിച്ച് കാണിച്ച പുള്ളിയുടെ ചില സജഷൻസ് ഒക്കെ കിട്ടും. കക്ഷി ചെയ്യുന്ന ചില കളർ സ്കീംസ് ഒക്കെ ഭയങ്കര സംഭവമാണ്. ഒരു പ്രത്യേക മൂഡാ. നമുക്കിതൊന്ന് ശരിയാക്കി എടുത്തൂടെ നിഖിൽ? നമ്മുടെ ടേസ്റ്റിൽ ഇത് വന്നാൽ ഈ സ്ഥലം കിടുവാവും. യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ഹാങ് ഔട്ട് പ്ലേസ് ആക്കി മാറ്റാം. നിഖിലിന്റെ അച്ഛൻ്റെ ബാർ വോട്ടിന്റെ നഷ്ടം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ലൈഫിൽ ഇന്നേ വരെ ഞാനിവിടെ വന്നേക്കുന്നത് 10-12 തവണയാ. അച്ഛൻ്റെ ബിസിനസ് വേറെ, എൻ്റെ ലൈൻ വേറെ. നീ എന്താച്ചാ കഴിച്ചിട്ടിറങ്ങോ. സോജ സർ, എന്താന്ന് വെച്ചാ പറയൂ. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, ഓക്കെ. ഒരു ചിക്കൻ 65, ഒരു പ്രോൺസ് ഫ്രൈയുടെ പറയാല്ലേ? ഒരു പ്രോൺസ് ഫ്രൈ. നിഖിലിനോ? എനിക്കൊന്നും വേണ്ട മീനു. എന്താ വേണ്ട? ഓക്കെ, ഒന്ന് വേഗം എടുക്കുക. ശരി സർ. ആ സോജ, ഒരു ലൈം ജ്യൂസ് കൂടെ. നിഖിലിന് വേണ്ടല്ലോ? വേണ്ട. ശരി. ഓക്കെ. എന്തോ ആയിരുന്നു 4-5 മാസം മുമ്പ് വരെ പൂരത്തിന്റെ തിരക്കുണ്ടായിരുന്ന സ്ഥല. ഇപ്പൊ നോക്കുമ്പോ അവാർഡ് പടം കളിക്കുന്ന തിയേറ്റർ പോലെയാ. മുന്തിരിച്ചാറ് കഴിക്കാൻ ആരെങ്കിലും വന്നാലായി, ഒന്നില്ലെങ്കിലായി. മാത്യൂസ് ഒന്നില്ലേ പ്രകാശ? ഇല്ല സാർ, ഒത്തിരി വൈകുമെന്ന് പറഞ്ഞു. പിന്നെ സാറിന്റെ മോനും മുകളിൽ റെസ്റ്റോറന്റിലുണ്ട്. റെസ്റ്റോറന്റിലോ? ആരെങ്കിലും ഒരാൾ റൂമിലേക്ക് വാ. ശരി സാർ. ആ കീ എന്ന് പറയും. എടാ ശംഭു, ഓ, നീ ആ റെസ്റ്റോറൻറ്റിൽ പോയി മോനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്നെ വന്ന് കണ്ടിട്ടേ പോവാവുള്ളൂ എന്ന് പറയണം. ശരി സാർ.
ആ ഇങ്ങ് വന്നേരേ. ഇതെന്നാ കോപ്പാ? ഇതെന്നാ? പ്രിസ്ക്രിപ്ഷൻ. ബാഹുലേയാ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം ഉച്ചയ്ക്ക്? 3 ബിയറോ ഈ നട്ടപ്ര വെയിലത്തോ? ഷോട്ടോ, എങ്ങനെ ജീവിച്ചു പോകും അമ്മൂ? എന്നതാടാ തിന്നാനുള്ളേ? വിശന്ന് അന്തം കത്തുക. ഫ്രൈഡ് റൈസോ? ഓടാ. തട്ടുദോശ ഉണ്ടാക്കി തരാവോ? ഒരു 5 എണ്ണം വേണം. ഓടാ, പറയുന്നു കേക്ക്. നല്ല ചമ്മന്തി ഉണ്ടോ? മുളകും എടുത്തോ. വേഗം വേണം. നിഖിൽ മേനോനോടുണ്ട്. ഏത് നിഖിൽ മേനോൻ? നിങ്ങളുടെ മുതലാളിയുടെ മോൻ്റെ കാര്യ ചോദിച്ചേ. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. റെസ്റ്റോറൻറ്റിലുണ്ട്. എവിടെ? 2nd ഫ്ലോർ. താങ്ക് യു. അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ. നീ കഴിക്കൂ, എനിക്കിത് മതി. ഹെൽപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ ഇത് മുഴുവൻ നീ കഴിക്കില്ല. കഴിക്ക്. സാറ് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ട് പോവാൻ. അച്ഛൻ വന്നോ? ആ, ഓഫീസിലുണ്ട്. ആ, ഞാൻ വന്നോളാം. ശരി. അച്ഛൻ എന്തിനാ ഇവിടെ വെച്ച് അന്വേഷിക്കുന്നത്? വീട്ടിൽ സംസാരിച്ച പോരെ? റെസ്റ്റോറന്റ് എവിടെയാ? ഇതേ എവിടെയാ? നിഖിൽ മേനോനോടുണ്ട്. അവിടെയുണ്ട് സാർ. ഈ ടെൻഷനിൽ നിന്നും തിരക്കിന്നൊക്കെ മാറി നിൽക്കാന്ന് വെച്ചാ അതൊരു വലിയ റിലീഫായിരിക്കും. നമ്മുടെ മനസ്സ് നോക്കിയാവും. അതൊക്കെ നമുക്ക് ആലോചിക്കാം മീനു. ഇപ്പൊ ഇത് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മളൊരു സ്ഥിരം അന്നം മുടക്കിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്മിൽ കണ്ടതും ഒരു ചായക്കട വെച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? മറന്നിട്ടില്ല. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു. അത് ഓർമ്മയുണ്ടോ? അതിന്റെ ഒരു തുടർച്ചയാ കാര്യങ്ങൾ. നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കണമല്ലോ. കുറച്ച് കോൺഫിഡൻഷ്യല. മീനാക്ഷി ഇവിടെ ഇരുന്നോ, കഴിച്ചിട്ട് വന്നാൽ മതി. വാ. അതെ, ഇനി വരണം. നീ കഴിച്ചോ. ഉത്തരം വക്കീൽ കൊടുത്തയച്ച കേസ് ഫയലാ. എന്നതാണാവോ? ഈ വ്യവഹാര ഭാഷ മലയാളമാക്കിയിരുന്ന എത്ര ഭേദം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വല്ലോ മനസ്സിലാവോ? സാറേ, ആ, സാറിന്റെ സ്വന്തം ആള് വന്നിട്ടുണ്ട്. സ്വന്തം ആളോ? ആ, സാറ് യൂണിഫോം തയ്പ്പിച്ചു കൊടുത്തില്ലേ? യൂണിഫോമോ? ഞാൻ തയ്പ്പിച്ചോ? ആ, അന്നാ വീട്ടിൽ വന്ന് അനുഗ്രഹം വാങ്ങിച്ചില്ലേ, മറ്റേ ക്രൈം ബ്രാഞ്ചിലെ. ആര്? ശ്രീറാം ചന്ദ്രശേഖരോ? ആ, പുള്ളിക്കാരൻ നമ്മുടെ റെസ്റ്റോറൻറ്റിലുണ്ട്. സാറിന്റെ മോനെ കാണാൻ വന്നതാ. മോനെ കാണാനോ? ശംഭു വയ്ക്കോ. ഞാൻ വന്നേക്കാം. നീ വിളിക്കോ വിളിക്കോ. ഞാൻ വന്നേക്കാം. ആ, ഓ ഫയല് ഫയല് ഇങ്ങനെ ഒരു
സർ, എനിക്ക് അന്ന് സംസാരിച്ചിലധികം മറ്റൊന്നും അറിയില്ല. ആ പഴയ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. എന്നാ ഞങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾ അറിയാം. അതാണ് ചോദിക്കാൻ വന്നത്. എന്തിനാ സർ വീണ്ടും? ഒരിക്കൽ കുറ്റപത്രം കോടതി സമർപ്പിച്ച കേസാണിത്. വിചാരണ പാതിഘട്ടത്തിലെത്തുകയും കോടതി ഇടപെട്ട് വീണ്ടും ഒരു പുനരന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളതുമായ കേസ്. അങ്ങനെ കോടതി ആവശ്യപ്പെടണമെങ്കിൽ കോടതിക്കും തോന്നിക്കാണും ഈ കേസിൽ കാണാതെ പോയ ചില കണ്ണികളുണ്ടെന്ന്. വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ എനിക്കും തോന്നിയിട്ടുണ്ട് ഇതിൽ പെട്ടുപോകാതെ പോയ ചില കുറ്റങ്ങളും കുറ്റവാളികളും ഉണ്ടെന്ന്. പിന്നെ ഈ വിചാരണക്കിടയിൽ നടന്ന ഡെവലപ്മെന്റ്സ്, അപർണയുടെ പ്രഗ്നൻസി അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം പുതിയ വിഷയങ്ങളല്ലേ, പുതിയ ഡെവലപ്മെന്റ്സ്. അപ്പോ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നിഖിലിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. വിശാഖ് സുബ്രഹ്മണ്യൻ, ബാംഗ്ലൂർ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദവും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അന്വേഷിച്ചു. അതൊക്കെ പിടികിട്ടി. ഈ ട്രീസയോടുള്ള കണക്ഷൻ, അതിനെപ്പറ്റിയാണ് അറിയേണ്ടത്. ട്രീസ പറഞ്ഞിട്ടാണ് നിങ്ങൾ അവനെ ഇവിടെ കൊണ്ടുവന്നത് അല്ലേ? അല്ല സർ, ട്രീസേച്ചി ഇവിടെ റിസപ്ഷന് വന്നപ്പോഴാ വിശാഖിനെ കാണുന്നത്. അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നെന്ന് ഞാൻ അറിയുന്നത് തന്നെ അപ്പോഴാ. അത് ട്രീസ നിങ്ങളോട് പറയാൻ പറഞ്ഞ കഥ, അതല്ല ഞാൻ ചോദിച്ചത്. ഈ വിശാഖ് നിങ്ങളൊരു ക്ലോസ് ഫ്രണ്ടൊന്നുമല്ല. ബാംഗ്ലൂരിൽ അവനേക്കാളും ഏറെ അടുത്ത സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക്. അവരെ ആരെയും റിസപ്ഷന് വിളിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് സ്വന്തം എൻഗേജ്മെന്റിന് ക്ഷണിക്കാൻ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഫ്രണ്ട്സ് ലിസ്റ്റിൽ പെടേണ്ട ഒരാളല്ല വിശാഖ്. വിശാഖിനെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് പുറമേ നിന്ന് വേറെ ആരുടെയോ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. വേറെ ആരോ നിങ്ങളിൽ പ്രഷർ ചെലുത്തിയിട്ടുണ്ട്. അതുറപ്പല്ലേ? ഇല്ല സർ, വിശാഖ് ഇങ്ങോട്ട് വന്നത് അവന്റെ കൂടി താല്പര്യത്തിലാ. അവന്റെ ഗ്രാൻഡ് പേരൻസിന്റെ വീട് ഇവിടെയാ, അങ്ങനെ പറഞ്ഞാ വന്നത്. ഓക്കെ, ഞാനത് വിശ്വസിച്ചു. നിങ്ങളുടെ ഫ്രണ്ട്സ് അന്ന് ഇവിടെ താമസിച്ചത് ഈ ഹോട്ടലിലാണ് അല്ലേ? അതെ സർ. നിങ്ങളാണ് ഈ റൂംസ് ഒക്കെ ഏർപ്പാടാക്കി കൊടുത്തതും, ശരിയല്ലേ? ശരിയാണ്. അന്ന് റിസപ്ഷനിൽ വിശാഖും ട്രീസയും തമ്മിൽ കാണുന്നത് വരെ അവർക്ക് തമ്മിൽ അറിയാവുന്ന കാര്യം നിഖിലിന് അറിയില്ലായിരുന്നു അല്ലേ? അതെ സർ. ഉറപ്പാണല്ലോ? അതെ. അവർ തമ്മിൽ കണ്ടതിന് ശേഷം എത്ര നേരം പരസ്പരം സംസാരിച്ചിട്ടുണ്ട് അവർ മാത്രമായി? അത് എത്ര നേരമെന്നറിയില്ല, അത് ശ്രദ്ധിച്ചില്ല. അവർ തമ്മിൽ സംസാരിച്ചിരുന്നു, അതെനിക്കറിയാം. അതിനുശേഷം വിശാഖിന്റെ പെരുമാറ്റത്തിലോ ആറ്റിറ്റ്യൂഡിലോ എന്തെങ്കിലും വ്യത്യാസം നിഖിലിന് ഫീൽ ചെയ്തോ? ഇല്ല സർ, ഞാനന്ന് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ അവൻ കുറച്ച് സൈലന്റ് ആയിരുന്നു. പക്ഷേ പണ്ടേ അവൻ്റെ ഒരു മൂഡി ക്യാരക്ടറാണ്. ചിലപ്പോൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, ഒരുപാട് സംസാരിക്കും. ചില സമയത്ത് തീരെ സൈലന്റ് ആവും, ആരോടും ഒന്നും മിണ്ടില്ല. ഇങ്ങനത്തെ മൂഡ് ചേഞ്ചസ് അവൻ എപ്പോഴും കാണിക്കും. അതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. നിഖിലിന് എപ്പോഴെങ്കിലും വിശാഖിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല സർ. ഈ പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. ഇതിൽ കൂടുതലായി മറ്റു പലതും നിഖിലിനറിയാം. അതൊക്കെ നിഖിൽ പറയും. അച്ഛൻ സ്ഥലത്തുണ്ടോ? ഉണ്ട്, ഓഫീസിലുണ്ട്. ഒന്ന് വണങ്ങിയിട്ട് പോവാം. ഇതുവരെ വന്നിട്ടൊരു ദർശനം നടത്തില്ല എന്ന് പറഞ്ഞാ അത് മോശമല്ലേ? വാ, ഏതാ റൂം? അവിടെയാ സാർ. അയ്യോ, ഈ കാലമാണ് ഇങ്ങോട്ടാണോ വരുന്നത്? ഇവിടെയാണെ ഒരു എമർജൻസി എക്സിറ്റ് പോലും ഇല്ല. അയ്യോ.
മൂന്തൻ സാറേ, എന്തുവായി തപ്പുന്നേ? എന്റെ ഈ കണ്ണാടി എവിടെയാ നോക്കുമായിരുന്നു. ഈ മോതിരിക്കുന്നവൻ എന്തുവാ? അയ്യോ, ഞാൻ കണ്ടില്ല. സാർ ഇത് കണ്ടുപിടിച്ചല്ലോ. ഇരിക്കണം സാറേ, ഇരിക്കണം. ഉം. അയ്യോ, എന്നാലും സാറേ, സാർ ഇവിടെ വന്നെന്ന് പറഞ്ഞോണ്ടേ എന്നാ അങ്ങോട്ട് വന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് റെഡിയാവുമായിരുന്നു. ഉം. ആതിഥേയ മര്യാദ. അതെ അതെ. ഇപ്പൊ പിന്നെ എങ്ങനെ? മറ്റേ അസ്കിതയൊക്കെ മാറിയോ? ഏതാ സാറേ? മറന്നുപോയോ? മരുന്നിന്റെ പച്ചയിൽ ജീവിതം, ഹോസ്പിറ്റലിൽ കൊടുക്കാനേ കാശ് തികയത്തുള്ളൂ. കണ്ടിട്ടങ്ങനെ ഏനക്കിടന്നും കാണുന്നില്ലല്ലോ. നമുക്ക് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അങ്ങനെയൊന്നും പറയല്ലേ സാറേ. സാർ എന്റെ ഈസിക്ക് ഒന്ന് കണ്ടു നോക്കണം. മൊത്തം കുത്തും കോമയാ. ഇങ്ങനെ ഒരു തരം അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. വേറെ ചില അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം അന്ന് പറഞ്ഞായിരുന്നു. ഏതാ സാറേ? മറ്റേ തെക്കേക്കരയിലെ. മോനെ, നീ മോളുടെ അടുത്തേക്കല്ലേ? അവൾ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലയോ? അവനവിടെ നിന്നോട്ടെന്ന്. നിന്നോട്ടെ. മൊത്തം അഡ്ജസ്റ്റ്മെന്റുകളാ. നിന്നോട്ടെ. മോനും ഒട്ടും മോശമൊന്നും അല്ല. ഇനി സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും കൂടി മിക്സ് ചെയ്ത ലായനിയിൽ വീണ ബ്രാസ് അപ്രത്യക്ഷമാവും. നമുക്കറിയില്ലല്ലോ അത്. നമ്മൾ MBBS അല്ലേ. മൊത്തം അഡ്ജസ്റ്റ്മെന്റുകളാ. നിന്നോട്ടെ. മോനും ഒട്ടും മോശമൊന്നും അല്ല. നിഖിലേ, സർ, ആ ട്രീസയുടെ ഓഫീസ് എവിടാ? അത് കോർട്ടിന് അടുത്ത് തന്നെയാണ്. കോർട്ടിന്റെ മെയിൻ ഗേറ്റിനടുത്താ. മൂന്നൻ സാറേ, അപ്പൊ ശരി സാർ. വാ. മീനാക്ഷി, എന്തായാലും തന്റെ കാര്യം കഷ്ടം തന്നെ. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞിട്ടും താലി ഭാഗ്യം അങ്ങോട്ട് എത്തിയിട്ടില്ല അല്ലേ? സ്വയം അങ്ങ് വേണ്ടാന്ന് വെച്ചോ? അതോ നമ്മുടെ നിഖിൽ മോൻ ഇങ്ങനെ ഉഴപ്പിക്കളിക്കുന്നോണ്ടാണോ? എന്തായാലും കഷ്ടം തന്നെ. പിന്നെ നമ്മുടെ ശ്രീദേവിയുടെ ലളിതകലാ അക്കാദമി പുരസ്കാരം, അതെന്തായിരുന്നു സംഭവം? ഈ മെറ്റീരിയലേ അത് ബ്രാസ. ഓ, ബ്രാസ അല്ലേ? ഈ ബ്രാസ് എങ്ങനെയാ കായൽ വെള്ളത്തിൽ 2 ദിവസം കിടക്കുമ്പോൾ അലഞ്ഞില്ലാണ്ടായി പോവോ? അതോ ഇനി അങ്ങനെ അലിഞ്ഞു പോകുന്ന സാധനം കൊണ്ടാണോ അതുണ്ടാക്കിയിരിക്കുന്നത്? മീനാക്ഷിയുടെ വീട്ടിലെ സാധനമല്ലേ, അപ്പോൾ അത് മീനാക്ഷിയോടെ അല്ലേ ചോദിക്കേണ്ടത്? നമ്മൾ ഈ MBBSലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഇച്ചിരി വീക്കാ. ഇനി സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും കൂടി മിക്സ് ചെയ്ത ലായനിയിൽ വീണ ബ്രാസ് അപ്രത്യക്ഷമാവും. നമുക്കറിയില്ലല്ലോ അത്. നമ്മൾ MBBS അല്ലേ. പക്ഷെ അത്ഭുതം കേട്ടോ, മിറാക്കിൾ. അല്ലേ പിന്നെ എങ്ങനെ ഈ വെള്ളത്തിൽ ബ്രാസ് അലിയുന്നേ? അല്ലേ മീനാക്ഷി? ശരി മുതലാളി, അത് താഴോട്ട് വരി. വാ. ശ്രീറാം ചന്ദ്രശേഖരൻ. എന്താ സാർ അതോട്ടിരുന്നാട്ടെ? അഡ്വക്കേറ്റ് ട്രീസ സേവ്യർ അവിടെയാ, നേരെ ഓപ്പോസിറ്റാ. എതിർഭാഗം വക്കീലന്മാര് എതിർഭാഗത്താണ് താമസം അല്ലേ? പണ്ട് തൊട്ടേ അവിടെ ഒരു എതിർഭാഗമാണ് സാറേ. അവരവിടെ ഇല്ലേ? അന്ന് സാറിന്റെ ആ വിചാരണ കഴിഞ്ഞ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. സാറാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് സാറിന് ഇവിടം തട്ടിക്കളയെന്നുള്ള വാശിയിലല്ലായിരുന്നോ? ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. സാർ വിട്ടോ.
ഇന്ത്യ എന്തിനാടെ അങ്ങോട്ട് വരിഞ്ഞേറി പോണേ? ഒരു പിടിയില്ല സാറേ. പണിയും കണിയൊന്നും ആകാതിരുന്നാ മതിയായിരുന്നു. ഇനിയും കയറി ഒട്ടാൻ വല്ലതും ആണെങ്കിൽ പണിയായിരിക്കേ. ഉള്ള സമാധാനം പോയല്ലോ. സാധാരണ പുരുഷന്മാർക്ക് ഇങ്ങനെ ഇന്നലെ നിയമം പഠിച്ചിറങ്ങിയ കൊച്ചു പെമ്പിള്ളാരുടെ കൂടെ ജൂനിയർ വേഷം ചെയ്യാൻ മനസ്സനുവദിക്കത്തില്ല. നന്ദന് പിന്നെ അത്തരം കോംപ്ലക്സ് ഒന്നും ഇല്ലല്ലേ? മിസ്റ്റർ നന്ദകുമാർ തെക്കേടം. അതെ, എന്താ സാർ? അഡ്വക്കേറ്റ് ട്രീസ സേവ്യർ. മാഡം ഡൽഹിയിലാ? ഓ, എനിക്കൊന്നിരിക്കാവോ? ഓ, ഇരിക്കാം. ഇരിക്കേ. ആ, ഇരിക്കടോ. നന്ദൻ എത്ര നാളായി ട്രീസയുടെ കൂടെ? 5 വർഷമായി. സാധാരണ പുരുഷന്മാർക്ക് ഇങ്ങനെ ഇന്നലെ നിയമം പഠിച്ചിറങ്ങിയ കൊച്ചു പെമ്പിള്ളാരുടെ കൂടെ ജൂനിയർ വേഷം ചെയ്യാൻ മനസ്സനുവദിക്കത്തില്ല. നന്ദന് പിന്നെ അത്തരം കോംപ്ലക്സ് ഒന്നും ഇല്ലല്ലേ? ഇല്ല, മാഡം അത്ര ടാലൻറ്റഡാ. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്താൽ പിന്നെ ഈഗോയുടെ പ്രശ്നം വരുന്നില്ല. ട്രീസയുടെ ഇതുവരെയുള്ള എല്ലാ കേസുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നന്ദൻ അറിയാമോ? അതെങ്ങനെ അറിയാനാ സാർ? ഇവിടെ നമ്മുടെ കോടതിയിലുള്ള റീസെൻ്റ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ അത് ശരി. അവരുടെ ടോട്ടൽ കേസുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എവിടെ കിട്ടും? അത് ചിലപ്പോൾ പറയണം. ഇവിടുത്തെ സിസ്റ്റത്തിലെ ഫയൽസ് ഉണ്ടാവും. ബാംഗ്ലൂരിൽ കുറച്ചു കാലം ട്രീസയ്ക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അല്ലേ? 2-3 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെയെങ്ങ് വിട്ടു. ഒരു വിശാഖ് സുബ്രഹ്മണ്യൻ ബെയിൽ വാങ്ങിച്ചു കൊടുത്തതാ, ഓർമ്മയുണ്ടോ? 2012 സംഭവം. ഇല്ല, എന്ത് കേസാ സാർ? അറ്റംപ്റ്റ് ഓഫ് മേർഡർ. ആള് ചത്തില്ല, രക്ഷപ്പെട്ടു. ഇല്ല സാർ, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കേസൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലെ ഫയൽസ് ഒക്കെ ഒന്ന് പരിശോധിക്കണമല്ലോ. സാർ, ഒന്ന് മാഡത്തിനെ വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ട്. മാഡത്തെ വിളിക്കണ്ട, പെർമിഷനും ചോദിക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. സിസ്റ്റം ഓണാക്ക്. ചെല്ലേ. വരണം സാർ. പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കർണാടക ഹൈക്കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെ ഡീറ്റെയിൽസ് അറിയുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. നോക്ക്, 2012 കേസ്. ഉണ്ട് സാർ. ക്രൈം നമ്പർ 330/2012, വിശാഖ് സുബ്രഹ്മണ്യം, ഫ്രൈസർ ടൗൺ പോലീസ് സ്റ്റേഷൻ. പക്ഷേ പുതിയ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല.